നല്ല ഭംഗിയല്ലേ പൂവ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലാണ് ഉള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ട്രിപ്പ് പോയതും അതിൻ്റെ ഫസ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മഞ്ഞ് മൂടി കെട്ടി കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളോട് തലേ ദിവസം തന്നെ ഡ്രൈവർ പറഞ്ഞതാണ് 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകണം. കാരണം ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഇവിടുത്തെ വില്ലേജാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. കൊടൈക്കനാലിൽ അധികം അങ്ങനെ ടൂറിസ്റ്റുകൾ പോകാത്ത പ്ലേസുകളാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും നിങ്ങൾ കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളതും ആയിരിക്കാം കേട്ടോ. 2 ദിവസമൊക്കെ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ എന്നോട് ഒപ്പം തന്നെ ആമിയും കൂടെ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ തലേ ദിവസം ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളോട് ഓണർ പറഞ്ഞത് കഴുകണ്ട, അവിടെ വെച്ചിരുന്നാൽ മതി എന്നാണ് കേട്ടോ. എന്നാലും അത് ശരിയല്ലല്ലോ, മോശമല്ലേ? നമ്മളൊരു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ കഴുകാതെ നീറ്റാക്കി ഇടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇന്ന് കഴുകി വെച്ചതിന് ശേഷം ഞങ്ങൾ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തല കുളിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ 3 പേരും. കാരണം ഇവിടെ ഭയങ്കര തണുപ്പും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടുത്തെ തണുപ്പത്ത് നമുക്ക് ഈ ഡ്രസ്സ് മാത്രമായിട്ട് ഇടാനായിട്ട് പറ്റില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നലെ ഇട്ടിരുന്ന ആ ഒരു സ്വെറ്റർ തന്നെയാണ് കേട്ടോ ഇന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പൂജക്കുട്ടിയാണ്. ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ അന്ന് തൊട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് കാവലായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണല്ലോ തലേന്ന് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇവിടുത്തെ വീടും പരിസരങ്ങളും ഒന്നും. ഇതാണ് ഇവിടുത്തെ ടെറസിൻ്റെ മേൽ പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നു, പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് ഇരിക്കാനായിട്ട്. കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടെറസിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഗ്രില്ല് പോലെ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇടവഴി പോലെയാണ് കേട്ടോ. നമ്മൾ ഇത്തിരി സൂക്ഷിച്ചൊന്ന് നടക്കണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കുറച്ചൊന്ന് പേടിയാവും. വലിയ കുഴപ്പമില്ല കേട്ടോ, എന്നാലും നല്ല സേഫായിട്ട് തന്നെയാണ് ഈ ഗ്രില്ലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. താഴത്തേക്ക് കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തീരെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിക്കാണിത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കാർ വന്ന് കിടക്കുന്നത്. നമ്മുടെ ഈ ഡ്രൈവർ എന്ന് പറയുന്നത് തൊട്ട് പുറകിൽ തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ ഒരു റൂം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സാറിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഡ്രൈവറുടെ നമ്പരും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മളിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് പുറത്തുനിന്നാണ്. കാരണം രാവിലെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുള്ള അതേ മലയാളി ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. നല്ല ഭക്ഷണമാണ് അവിടുത്തത്. ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ആദ്യം കയറിയത് ഇവിടെ ഒരു ശ്രീ മഹാലക്ഷ്മി ടെമ്പിളുണ്ട്. ഇവിടേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ തല കുളിക്കാത്ത കാരണം കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല. പുറത്തൊക്കെ നിന്നിട്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളിന്ന് വില്ലേജുകളിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ക്ഷേത്ര ദർശനത്തിനാണ് കൂടുതലായിട്ടും പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി. ഞങ്ങളിപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല. പിന്നെ തൊട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും സായിബാബ ടെമ്പിളുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ മഞ്ഞ് കാണുന്നൊരു പോർഷൻ കണ്ടോ, ഷീറ്റിൻ്റെ അപ്പുറത്തെ പോർഷനിൽ. ഇതെന്ന് പറയുന്നത് പൂമ്പാറ വില്ലേജാണ് കേട്ടോ. പൂമ്പാറ വില്ലേജ് എന്ന് പറയും. ഭയങ്കര ഫേമസ് ആണ് കൊടൈക്കനാലിൽ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പൂമ്പാറയുടെ എല്ലാ വ്യൂവും കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ആ ഗ്രാമം മൊത്തം കാണാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വലിയ കാര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാനാണ് കേട്ടോ വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. മഴ കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് കയറിയില്ല. പിന്നെ അടുത്ത് പോകുന്നത് മുരുകൻ ടെമ്പിളിലാണ് കേട്ടോ, മുരുക ക്ഷേത്രത്തിലാണ്. ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ്, 3000-ഓളം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞത് തല കഴുകിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ദേഹം കഴുകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കയറാനായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി.
എനിക്കൊരു മടിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല കയറാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോയതാണ് കേട്ടോ. കാരണം നമുക്കിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ പൂമ്പാറയിലാണ് പൂമ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ തന്നെ ഭയങ്കര മഴ പെയ്തു. മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പെയ്യുന്ന മഴയാണ് ഇവിടെയൊക്കെ. അങ്ങോട്ട് പോകുന്ന വഴിയിൽ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഗ്രാമമാണ് കേട്ടോ, ഗ്രാമപ്രദേശമാണ്. സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങളേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പൂമ്പാറ കഴിഞ്ഞ് വരുന്ന സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത്. ചെമ്മരിയാടുണ്ടല്ലോ, അതിനെയും അതുപോലെ തന്നെ റാബിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഷീപ്പ് ഫാം ആണിത്. അപ്പോൾ ഇവിടെ ഈ ലെതറൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെമ്മരിയാടിൻ്റെ തോലുണ്ടല്ലോ, അതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഇവർ ആടുകളെ വളർത്തുന്നത്. മന്നാവനൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടൈക്കനാലിലെ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആരെങ്കിലും ഇതുവരെയും പോയിട്ടില്ല, ഇന്നൊക്കെ കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ പുൽമേടുകളാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ മൊത്തം അങ്ങോട്ട് ചെളിയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കാലൊക്കെ അഴുക്കായിട്ട് പിന്നെ ഞാൻ അവിടെ പൈപ്പിൽ വെള്ളത്തിലൊക്കെ പോയിട്ട് കഴുകിയായിരുന്നു. ഇത് ലേക്കാണ് കേട്ടോ. ഈ ലേക്ക് എന്ന് പറയുന്നത് മന്നാവനൂർ ലേക്കാണ്. പിന്നെ ഇത് ഈ ചെറുതായിട്ട് കാണുന്ന ചെറിയ ചെറിയ വെള്ള കളറിൽ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ചെമ്മരി ആടുകളെന്ന് പറയുന്നത്. ഈ ആടുകളെ ഇവരിവിടെ വളർത്തിയിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ തൊലി എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ന്യൂഡൽഹിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലേക്കിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ നിന്നിട്ട് ഈ ഒരു ചെമ്മരി ആടുകളെ ഇങ്ങനെ ഈ മേയ്ക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല ദൂരത്താണ് ഇതിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് കുറേ നേരമൊന്നും നിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു ലേക്ക് കിടക്കുന്നതുണ്ടോ, ഈ രണ്ട് പുൽമേടുകളുടെ നടുവിലൂടെയാണ് ഈ ലേക്ക് പോകുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് തന്നെ പൈൻ ട്രീകളും കൂടി ഉണ്ട്. അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായില്ല, കാരണം മഴ പെയ്യുമല്ലേ, അതുകൊണ്ട്. പിന്നെ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥലം അധികം അങ്ങനെ ആളുകൾക്ക് അറിയില്ല, അതുകൊണ്ട് വലുതായിട്ട് ടൂറിസ്റ്റുകൾ വരാത്തൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നതാണ്. 2-3 സ്ത്രീകൾ നിൽക്കുന്നുണ്ടല്ലേ. അവർ ചെയ്യുന്നത് ഈ ഗാർലിക്കിൻ്റെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അവിടെ കൂടുതലായിട്ടും ബീൻസ്, അതുപോലെ മറ്റേ ചൗ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നതെന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഇതിനെ ഇവിടെ തമിഴിൽ മലപ്പൂണ്ടെന്ന് പറയും, മലമ്പൂണ്ടെന്ന് പറയും. മലപ്പൂണ്ടെന്ന് പറയുന്നത് ഭയങ്കര നല്ല ഔഷധ ഗുണമുള്ളത്. നമ്മുടെ സാധാരണ വെളുത്തുള്ളിയല്ല, കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ കുറച്ച് മായമൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂണ്ടാണ്, അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബൾക്കായിട്ട് അവർ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിക്കും, പാഴ്സൽ ചെയ്ത് തരും. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്ത് നമ്മൾ നേരെ വന്നിരിക്കുന്നത് മന്നവനൂർ എക്കോ ടൂറിസത്തിലേക്കാണ് കേട്ടോ. ഇതും ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എക്കോ ടൂറിസമാണ്. ഇവിടെ ഇപ്പം മഴ പെയ്ത് കിടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനുള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ടാണ് മുമ്പോട്ടേക്ക് വരേണ്ടത്. നേരെ കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ ചായക്കടകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ 1-2 ഷോപ്പുകളും കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. കൂടുതലായിട്ടും നൂഡിൽസ്, മാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഞങ്ങളിവിടെ നിന്ന് വന്ന ഉടനെ തന്നെ ഒരു ചായ കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇഞ്ചി ചായ മേടിച്ച് കുടിച്ചു. കാരണം ഈ മഴയത്ത് നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ഒരു ചായ കുടിക്കണമെന്ന് പെട്ടെന്ന് തോന്നി. തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ മോശമൊന്നായിട്ടുള്ള ടോയ്ലറ്റൊന്നും അല്ല.
ടോയ്ലറ്റിൽ പോകുന്നതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് സിപ്പ് ലൈനും അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ കാരണം കൊണ്ട് എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ടേക്ക് നടന്ന് വന്നാൽ മാത്രമാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് കൊടൈക്കനാലിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു മന്നവനൂർ ഇക്കോ ടൂറിസം പോയിൻ്റ് ഇത് അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. കുറേ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയൊരു തോട് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിൽ 2 മലഞ്ചെരുവുകളാണ്. അതിനുള്ളിലൂടെ ഈ നമ്മുടെ ലേക്ക് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ ഒരു മന്നവനൂർ ലേക്ക്, അതിൻ്റെ ബാലൻസ് വെള്ളമാണ് ഇതുവഴി ഇങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ ഇപ്പോൾ മഴ പെയ്ത് കിടക്കുന്ന കാരണം കൊണ്ട് നന്നായിട്ട് ചെളി പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. കണ്ടോ, ഈ വെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ ഫ്രണ്ടിലോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇവിടെയാണ് മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു ഡാം പോലത്തെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. ചെറുതാണ്, വളരെ ചെറിയൊരു ഡാമാണ്. ഇത് നമ്മുടെ ലേക്കാണ് കേട്ടോ, മന്നവനൂർ ലേക്കാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇവിടെ വന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഇടയിൽ തിരിച്ച് പോകാനേ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 3 സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കയാക്കിംഗ്, അതുപോലെ തന്നെ ബോട്ടിംഗ്, പിന്നെ സിപ്പ് ലൈൻ. ഇത് 3ഉം ഇപ്പോൾ മഴ കാരണം കൊണ്ട് നിർത്തി വെച്ചേക്കുവാണ്. കയാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നീളമുള്ള വഞ്ചിയില്ലേ, അതാണ്. ബോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പരിസൽ എന്നൊക്കെ പറയില്ലേ, അതായത് ബൗൾഡ് ഷേപ്പിലുള്ള ഒരു വഞ്ചി ഉണ്ടല്ലോ, കുട്ടവഞ്ചി എന്നൊക്കെ പറയും, ആ ഒരു സംഭവം. പിന്നെയെന്ന് പറയുന്നത് സിപ്പ് ലൈനാണ്. സിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ റിവറിൻ്റെ, അതായത് ഈ ഒരു ലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് സിപ്പ് ലൈൻ്റെ ലൈൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതേ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷെഡുകളുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലത്താണ് സിപ്പ് ലൈൻ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴ കാരണം കൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നുണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടവഞ്ചിയും അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ദേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നോക്കി, ഇവിടെയും കുറേ ചെമ്മരി ആടുകൾ നിൽപ്പുണ്ട് കേട്ടോ. ആടുകൾ ഇങ്ങനെ മഴ നനഞ്ഞ് മേഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് പ്രവേശനമുള്ളത്. ഇതിനപ്പുറത്തേക്ക് പോകരുതെന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിപ്പ് ലൈൻ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സിപ്പ് ലൈൻ വഴിയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുന്നത്. മഴ കാരണം ഞങ്ങൾക്ക് ഒന്നിനും പറ്റിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവിടെ ഇവിടെയായിട്ട് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴ നനയാതിരിക്കാനായിട്ട് നമുക്ക് ആ ഷെഡിലൊക്കെ കയറി നിൽക്കാം. നമ്മൾ അവിടെ ഒന്നും നിന്നില്ല. പിന്നെ ആ കാണിച്ചു തന്നില്ല ഒരു ഫ്രൂട്ട്, അത് കാട്ട് കത്തിരിക്കയാണ്. അത് എന്തൊക്കെയോ മരുന്നാണെന്നാണ് പറഞ്ഞത്. ഏതൊക്കെ അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് നമ്മളോട് ഡ്രൈവർ പറഞ്ഞു. പുള്ളിക്കും അത്ര കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് രണ്ടാണ് കവർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. വരുന്ന വഴിയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ദേ നല്ല വെയിലാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളോട് പർച്ചേസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇത്തവണ കുറച്ച് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു മരുന്നും അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന മരുന്നില്ലേ, അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതും അതുപോലെ തന്നെ കോഫി ബീൻസും പിന്നെ ഏലക്ക ടീ പൗഡറാണ് എടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആമിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടയിലേക്ക് വന്നത്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. അവൾക്കൊരു കീ ചെയിൻ മാത്രമാണ് മേടിച്ചു കൊടുത്തത്.
പിന്നെ തിരികെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. വരുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഒരു ചേച്ചി ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നത് കണ്ടു. പാവമല്ലേ, നമുക്കിത് കാണുമ്പോഴത്തേക്കും കഷ്ടം തോന്നും. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആണെന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞത്. വേറെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു മേടിക്കണമെന്ന്. പിന്നെ ഈ ഒരു മരം കണ്ടോ, ഇത് ഒരു 500 വർഷം പഴക്കമുള്ളൊരു മരം എന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ മരത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് സിംഹത്തിൻ്റെ ഫേസ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സൂം ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊരു കാട്ടിനകത്താണ് ഇരിക്കുന്നത്, വരുന്ന വഴി തന്നെയാണ്. പിന്നെ നേരെ നമ്മൾ വരുന്നത് കോക്കേഴ്സ് വാക്കിലാണ്. ഇതും മെയിൻ അട്രാക്ഷനാണ് കേട്ടോ. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോക്കേഴ്സ് വാക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ നേരെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ വന്ന ഉടനെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നേരെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ വ്യൂ പോയിന്റിൽ വന്ന് നോക്കുകയാണെങ്കിൽ മധുര പട്ടണം മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു കെട്ടിടം ടെലിസ്കോപ്പിക് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടെലിസ്കോപ്പിലൂടെ നമുക്ക് വീഡിയോ കാണാനായിട്ട്, അതായത് നമുക്ക് വ്യൂസ് കാണാനായിട്ട് പറ്റും കുറച്ചും കൂടി ഹൈറ്റിൽ നിന്നിട്ട്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. എൻട്രി ഫീസ് ഒരാളിന് 10 രൂപയാണ് കേട്ടോ. പിന്നെ ടെലിസ്കോപ്പിക് ഒബ്സർവേറ്ററിക്ക് കയറുവാണെങ്കിൽ അത് 20 രൂപയാണ് റേറ്റ്. ഇപ്പോൾ അത് മഞ്ഞുള്ള സമയമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിക്കാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതൊന്നും കാണാനായിട്ട് നിന്നില്ല. നല്ല മഞ്ഞിറങ്ങിയിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേരെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നല്ല വെയിലാണെങ്കിലാണ് ഇവിടെയൊക്കെ വന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാ സമയത്തും കിട്ടത്തില്ല. ഈ ഒരു ഡിസംബർ മാസം മാത്രമാണ് ഇങ്ങനെ ഇത്രയും മഞ്ഞും അതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇത്രയും തണുപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനുവരി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജൂൺ മാസമൊക്കെ വരാം. അപ്പോഴൊക്കെ സീസൺ ടൈമാണ്, ജൂൺ മാസത്തിലൊക്കെ. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, കുറച്ചും കൂടി വെയിലും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്ത് വന്നൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മധുരപ്പട്ടണം മൊത്തത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, നമുക്കൊന്നും തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായില്ല കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു ചായ കുടിച്ചായിരുന്നു. അപ്പോൾ നെസ്റ്റിയുടെ ഏലക്ക ഫ്ലേവറിലുള്ള ടീ ആണ് കുടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാനങ്ങനെ ചായ കുടിക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് ഇവിടുത്തെ ടീ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങൾ ഇതേ ടീ പലയിടത്തും അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നോക്കിയതാ ഇവിടെ ഭയങ്കരമായിട്ട് മഞ്ഞിങ്ങനെ മൂടിക്കിടപ്പുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും അത്ഭുതം തോന്നുവാണ് കേട്ടോ. ഇത്രയൊക്കെ നമ്മുടെ ഭൂമിയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി എന്നൊക്കെ പറയുന്നത് വേറൊന്ന് തന്നെയാണ്. ആ ഗ്രാമത്തിലേക്ക് നമ്മൾ ആ വ്യൂ പോയിൻ്റ് വഴി നോക്കുമ്പോഴത്തേക്കും തന്നെ അവിടെ കുറേ വീടുകൾ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ടേക്ക് നടന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെയാണ് കൂടുതലായിട്ടും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ മെയിനായിട്ട് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മളിവിടെ നടക്കാനാണ് വരുന്നത്. ഈവനിങ് വാക്കിങ്ങിന് വരുന്നൊരു സ്ഥലമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്ററാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. 1 കിലോമീറ്റർ ദൂര അളവിലാണ് ഈ ഒരു കോക്കേഴ്സ് വാക്ക് ഇരിക്കുന്നത്. നമുക്കിവിടെ ചുറ്റിനും നടന്ന് കാണാം. വരുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അമ്മയ്ക്കാണെങ്കിൽ ഒരു ചെരുപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. അത് വരുന്ന വഴിക്ക് കളഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഞാനങ്ങനെ ഇവിടെ ചെരുപ്പിൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരു ലേഡീസിൻ്റെ ചെരുപ്പ് കണ്ടോ, അത് 150 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് കൊടുക്കാനാണ് മേടിച്ചത്. സൈസ് കറക്റ്റ് ആവുമോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തായിരുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ബുദ്ധയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നി. പക്ഷേ ഓൺലൈനിൽ ഇതിനേക്കാളും റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. അതിലൊരു വലിയൊരു ബുദ്ധ ഉണ്ടായിരുന്നേ, കുറച്ചിങ്ങനെ ലെങ്ത് ഉള്ളത്, കിടക്കുന്ന മാതിരിയുള്ളത്. പക്ഷേ അത് റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് 1500 റേറ്റ് പറഞ്ഞത്. അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയ കാരണം കൊണ്ട് ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ചോട്ടോ. പിന്നെ നേരെ നമ്മൾ വന്നിട്ട് ഈ ഒരു ബൈറൻ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ബൈറൻ പാർക്ക് ഭയങ്കര ഫേമസ് ആണ്. കൊടൈക്കനാലിൽ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മെയിൻ സിറ്റിയിലാണ്. ഈ കോക്കേഴ്സ് വാക്കും ബൈറൻ പാർക്കും ഒക്കെ അടുത്തടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും വന്നിട്ട് നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ നമ്മൾ നേരെ താഴേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വന്നപ്പോഴത്തേക്കും മഴയൊന്ന് ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നേ.
പിന്നീട് മഴ ചാറാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ കുടയൊക്കെ ചൂടിയിട്ടാണ് നടക്കുന്നത്. ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും ചെടികൾ നന്നായിട്ട് ഇങ്ങനെ വെട്ടി വിട്ടേക്കുകയാണ് കേട്ടോ. കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാർക്കാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് റീൽസും വീഡിയോസും ഈ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്, അതുപോലെ കല്യാണ ഫോട്ടോഷൂട്ട്, അതും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഷൂട്ടിങ്ങും ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നല്ല ക്യാഷ് ആവും. ക്യാഷ് അടച്ചിട്ടാണ് അവരിവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കും തോറും ഭയങ്കര തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കുറേ ചെടികൾ ഇങ്ങനെ വെറൈറ്റി ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ആ ഒരു കോക്കസ് വാക്കിൽ നിന്ന് തന്നെ ഒരു സ്വെറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഈ തണുപ്പടിച്ചപ്പോഴത്തേക്കും ഒരു വിറയൽ പോലൊക്കെ വന്നു. അങ്ങനെ മഴ പെയ്തല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള സ്വെറ്ററും ഈ ബ്ലൂ കളറിലുള്ള സ്വെറ്റർ ഹസ്ബൻഡിന് മേടിച്ചായിരുന്നു. ഞങ്ങൾ ഇട്ടേക്കുന്നതൊന്നും തീരെ അങ്ങോട്ട് കട്ടിയില്ലാത്തതായിരുന്നു. പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ റെസ്റ്റ് റൂം ഇരിക്കുന്നത് കേട്ടോ. റെസ്റ്റ് റൂം അത്യാവശ്യം വൃത്തിയുള്ളത് തന്നെയാണ് ഇവിടുത്തത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയും ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കുറേ നേരം ഇവിടെ വന്നിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ചെടികൾ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. പീക്കോക്കിൻ്റെ ഷേപ്പിലും ഒക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് കൂടുതൽ മഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. കാരണം തണുപ്പടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയ്ക്ക് പെട്ടെന്ന് വയ്യാതാവും. ശരിക്കും ഉണ്ടെങ്കിൽ ആമയെക്കാളും എനിക്കാണ് കേട്ടോ ഇപ്പോൾ തണുപ്പടിക്കുമ്പോഴത്തേക്കും പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സൈനസിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണിനൊക്കെ ഒരു നീര് പോലൊക്കെ ഇങ്ങനെ ഇറങ്ങും. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ബൈറൺ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് സൈഡ് വഴി നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഹൗസ് ബോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ കടകളിരിപ്പുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് കയറി കഴിയുകയാണെങ്കിൽ ഏതെടുക്കണമെന്നൊന്നും ഒരു ഇതും കിട്ടില്ല, ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നും കയറിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തിങ്ങ് പോന്നു. പിന്നെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബോട്ട് ഹൗസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ചുമ്മാതൊന്ന് കയറിയതാണ്. നമ്മളിപ്പോൾ ബോട്ടിലൊന്നും കയറാനായിട്ട് പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് ബോട്ടുകൾ വന്ന് കിടക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ തുഴഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ബോട്ടുകളും ഉണ്ട്, അല്ലാതെ അവർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നതും ഉണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്. ടിബറ്റ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൈക്ലിംഗ് ഉള്ളത്. ഈ കുട്ടികളൊക്കെ സൈക്കിളിൽ പോകുന്നുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ സൈക്ലിങ്ങിൻ്റെ സെക്ഷനിലുള്ളതാണ് കേട്ടോ. ഈ ഒരു ബോട്ട് ഹൗസും ടിബറ്റന്മാർക്കും സൈക്ലിങ്ങും ഒക്കെ അടുത്തടുത്തുള്ള പരിസരത്താണ് വരുന്നത്. ടിബറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ടിബറ്റിലുള്ള ആൾക്കാർ നടത്തുന്ന മാർക്കറ്റ് ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് അവർ സ്വെറ്ററുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വിൽക്കുന്നത്. ഭയങ്കര റേറ്റാണ്. നമ്മൾ എങ്ങനെയൊക്കെ വില പേശി പറഞ്ഞാലും അവർ നന്നായിട്ട് റേറ്റ് കൂട്ടിയേ തരത്തുള്ളൂ. ഇനി അഥവാ കുറച്ച് കഴിഞ്ഞാലും 10 രൂപയോ മറ്റോ കുറയ്ക്കും എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. നമ്മളതുകൊണ്ട് ഒരു സാധനങ്ങളും മേടിച്ചിട്ടില്ല കേട്ടോ. ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകൾ കിടപ്പുണ്ട്. പിന്നെ ഇത് ഈ ഇരിക്കുന്നത് കണ്ടോ, ഈ ഒരു കറുത്ത കളറിലിരിക്കുന്ന ഈ ഒരു സംഭവം, അത് നമുക്ക് കാല് വേദന ഉണ്ടല്ലോ, മുട്ട് വേദനയ്ക്ക് ഈ സംഭവം സൂപ്പ് ഇട്ടിട്ട് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് ഞാൻ മറന്നു, എനിക്ക് ഓർക്കുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഞാനും ഓർക്കുന്നില്ല കേട്ടോ. എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ ഇത് ഫേമസ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഏകദേശം മണി 5-5:30 ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും തന്നെ മഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് നല്ല തിരക്ക് കൂടുന്നുണ്ട്. ഈ ഒരു പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തിരക്ക് കൂടുവേ. കാരണം ഇവിടെയാണ് സൈക്ലിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ്. കണ്ടില്ലേ, ഇവിടെയാണ് സൈക്ലിങ്ങിൻ്റെ സംഭവം. ഞങ്ങൾ പോയിട്ട് സൈക്ലിങ്ങിന് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സീറ്റ് വരുന്ന മോഡലിലുള്ള സൈക്കിളുണ്ടല്ലോ, അത് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സൈക്കിളിൻ്റെ ഹൈറ്റായിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവല്ലേ, അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കാലെത്താത്തത് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയില്ല. പിന്നെ ആമി ഇതിനിടയിൽ സൈക്ലിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു. പിന്നെ അവളെ ഒറ്റയ്ക്ക് അങ്ങനെ വിടാനും നമുക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡും മോളും കൂടി പോയാലും ഞാനും പിന്നെ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സൈക്ലിങ് എടുത്തില്ല.
പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്ക് നേരെ സൈക്ലിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ ബോട്ടിങ്ങിന് ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റുന്നത്. ബോട്ടിങ്ങിന് ഞങ്ങൾ കയറാത്തതിൻ്റെ കാരണം ഭയങ്കര മഞ്ഞാണ്. പിന്നെ ആമിക്ക് തണുപ്പും കാറ്റുമൊക്കെ അടിക്കുമ്പോൾ കുറച്ചും കൂടി അസുഖം വരും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ബോട്ടിൽ കയറാനൊക്കെ. പിന്നെ നേരെ നമ്മൾ ചോളം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചോളമാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ തണുപ്പത്ത് ഈ ചോളം കഴിച്ച് നടക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോളമൊക്കെ കഴിച്ചുകൊണ്ട് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. നമ്മുടെ റൂം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ ഒരു 7:10 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കവർ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി വെച്ചത്. ഞങ്ങൾ തലേ ദിവസം തന്നെ പറഞ്ഞായിരുന്നു ഇഡ്ഡലിയും ചിക്കൻ കറിയും മതിയെന്ന്. അപ്പോൾ അവരുടെ ചിക്കൻ കറിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിഞ്ഞ ദിവസം തന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ഇഡ്ഡലിയും ചിക്കൻ കറിയും മതിയെന്നാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചിക്കൻ കറിയും നല്ല ചൂട് ഇഡ്ഡലിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 8:30 ആയപ്പോഴത്തേക്കും അവർ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.